എല്ലാം കഴിഞ്ഞിട്ട് ഓണമൊക്കെ കഴിഞ്ഞിട്ട് പോടാം. എല്ലാം ഒന്ന് സെറ്റാവട്ടെ. മറ്റേതാണെങ്കിൽ പട്ടികളുടെ കാര്യം, മറ്റേതാണെങ്കിൽ നേരത്തെ പോകണമെന്നുള്ള രീതിയിലുള്ള കളിയായിരുന്നു, മനസ്സിലായി എല്ലാവരുടെയും. തിരക്കിലൊന്നും പോകാൻ വയ്യടെ, കുറച്ച് കഴിഞ്ഞാൽ ഇമാരെല്ലാം അടക്കട്ടെ. ലേറ്റ് നൈറ്റ് വയ്ക്കുക, ആരും ഇല്ലാത്ത വേണ്ടി. പുതിയ വർഷം സെർവർ എപ്പോൾ വരും അറിയില്ലടാ, എനിക്കൊരു പിടുത്തമില്ല. ടർഫിയോയി കാണിച്ചു തരാം. ടർഫിയോയി നോക്കട്ടെ. വേറെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണത്തില്ലായിരിക്കും, അതായത് നിങ്ങളുടെ പി ഒയിൽ അത് എന്താ പറയാ, അഡ്മിൻ സ്പെക്കിൽ നിങ്ങളത് കണ്ടു കാണത്തില്ല എന്താ അവിടെ നടന്നതെന്നുള്ളത്, മനസ്സിലായോ? അവിടെ വേറെ സംഭവങ്ങളുണ്ടായി. എടാ ജുഗ്രു, പി ഒ കാണിക്കുന്നതിന്റെ സീനുണ്ടോടാ? താങ്ക്സ് എന്ന് വല്ലതും പറഞ്ഞത് ഈ മറ്റേ വാട്സപ്പിലോ വല്ലോ, എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊന്നും നോക്കുന്നില്ലായിരുന്നു. ഒരു മെമ്പർഷിപ്പ് എടുക്കട്ടെ, എടുക്കാം അങ്ങോട്ട്. എന്തോ നോക്കിയിരിക്കുന്നത് സ്നൈപ്പ് കാണിച്ചാണോ? കുഴപ്പമില്ല, നോ പ്രോബ്ലം. അതിനകത്ത് നിങ്ങൾ കണ്ടോ, വെട്ടുന്നത് കണ്ടോ പിള്ളേര്? ഓക്കെ ഗൈസ്, സോ ചാറ്റ് എടുത്ത് നമ്മൾ ആപ്പർസോ തന്നെ ഇരുന്നു. ഓക്കെ, മ്യൂട്ടാക്കി കാണിച്ചാൽ മതി, എനിക്ക് മ്യൂട്ടാക്കേണ്ട കാര്യമില്ല ഗൈസ്. ഞാൻ ഭയങ്കര എന്താ അൽബലാതി അല്ലല്ലോ നമ്മൾ പ്രോപ്പർ കണ്ടോ. ടയർ പൊട്ടിക്കില്ല, ചെറിയ ടയർ പൊട്ടിച്ചാണല്ലോ. ഓൾറെഡി ഞാൻ അവിടെ കോൾ കൊടുത്ത് സ്നൈപ്പ് മേളിൽ കയറി ചാടി കയറി ടയർ പൊട്ടിച്ചിട്ട് തിരിച്ചിറങ്ങി വാ പെട്ടെന്ന് പെട്ടെന്ന്. പൊട്ടിക്കാൻ തിരിച്ചു വരും. മതി മതി, ഡോർക്ക് തിരിച്ചോ, മതി മതി. എല്ലാം പോയി, നമ്മള് മണ്ടയിലും ചാടിച്ചേ. അവന് ബ്രെയിനിലെ വന്നോട്ടാ, അങ്ങനൊക്കെ ചിന്തിക്കും. ടയർ പോയി കുത്തിക്കണം കേട്ടോ അവന്മാര്. ഇവിടെ ഞാൻ മാർക്ക് ഇടുന്നുണ്ടായിരുന്നു. ഈ മാർക്ക് ഞാൻ ഇടുന്നത്, അതായത് ആ വീട്ടില് ആള് കളിക്കണം എന്നുള്ളത്. പ്ലേ നമുക്ക് ടാക്സി ഇട്ടിട്ടേ ഈ ബിൽഡിംഗ് കയറ്. പിന്നെ ബാക്കി 2 വണ്ടികളെ ഈ റിഡ്ജ് നോക്കണം, റിഡ്ജ് വന്ന് അടിക്കാൻ നോക്കും. ബാക്കി ഒരു 2 വണ്ടി ഞാനുണ്ട്, ഒരു വണ്ടി കൂടെ വന്നാൽ മതി റിഡ്ജില്. ഓക്കെ, അപ്പാപ്പന്റെ ബാക്കി ഞങ്ങൾ. എടാ ബാക്കിയുള്ള ഞാൻ വണ്ടി കളിക്കുവാണേ കേട്ടാ, ബാക്കിയുള്ള ഓൺ ഫുഡ് കളി. ഇവിടെ ഇവിടെ ഒരാളും കൂടെ ഒരാളും കൂടെ വണ്ടി ഇവിടെ ഒരുത്തം കളിച്ചായിരുന്നെങ്കിൽ ഇങ്ങനെ അങ്ങനെ കുത്തത്തില്ലായിരുന്നു, മനസ്സിലായി. കളിക്കാൻ എത്ര പെട്ടെന്ന് അല്ല ജുഗ്രും ഗോക്കും ഒരുമിച്ച് വേറൊരാള് കണ്ട. അപ്പൊ അവൻ ഒരു ഡബിൾ മൈൻഡ്, മനസ്സിലായോ? അതായത് അവിടെ പോണോ വേണ്ടത്, അങ്ങനെ ഒരു സംഭവം പറ്റിപ്പോയി. അതാ ചെറിയൊരു കണ്ടാ. അപ്പൊ ആശം പറഞ്ഞത് കാരണം അവനെ അടിച്ചു.
ആളുണ്ട്. ടാക്സിയിൽ കയറത്തില്ല, ടാക്സി കയറി അടിച്ചോണേ, ടാക്സിയിൽ മേളാള് ടാക്സി കയറി അടിച്ചോണേ, ടാക്സി കയറി അടിച്ചോണേ. ടാക്സിയിൽ ഒരുത്തുണ്ട്. എനിക്ക് നല്ല അടി കിട്ടേണ്ടത് ഒന്നടിച്ച്. പുഷ് ചെയ്യണേ, ജുഗ്രുവിന്റെ അടുത്ത് പുഷ് ചെയ്യണേ, ജുഗ്രുവിന്റെ അടുത്ത് പുഷ് ചെയ്യണേ, ജുഗ്രുവിന്റെ അടുത്ത് പുഷ് ചെയ്ത്. കണ്ടോ ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചു കണ്ണടാ ഇവിടെ വാ, എല്ലാരും വാ. എല്ലാരും വന്നേ. കണ്ടോ ഇവിടെ ഇങ്ങനെ വന്നപ്പോ ഞാൻ വിചാരിച്ചത് ജുഗുറു ചത്തതായിട്ട് കണ്ട ഞാൻ ആദ്യം, പിന്നെ ഞാൻ അവിടെ നോക്കി നോക്കണേ. ഇതേ ഇയാളെ കാണണേ, ഈ വൈറ്റ് അല്ല, വൈറ്റിന്റെ ലെഫ്റ്റിലുള്ള ഞാൻ കാണണേ. അത് കണ്ടത് എന്താ വിട്ടുന്നത് അതൊക്കെ. ഇപ്പഴേ മറ്റേ എന്റെ കൂടെ ഉള്ളവന്മാരെ എന്നെ വെട്ടുന്ന കണ്ടപ്പോ തന്നെ കണ്ട. ഇതൊക്കെ അഡ്മിൻ പിഒയിൽ കാണൂല, അതാ മെയിൻ പ്രശ്നം. ഇതാ മനസ്സിലായോ, ഇത് വലിയൊരു കാരണമാണ്. കാരണം വെച്ചാൽ ഇങ്ങനെ വെട്ടുന്നത് കാരണം നമ്മുടെ ഇവന്മാ ഇപ്പൊ ബീഡി ആണെങ്കിലും ഡോർക്കി ആണെങ്കിലും ഇപ്പം നമ്മൾ ആ വെട്ടുന്നവനെ അടിക്കാൻ ശ്രമിക്കും, മനസ്സിലായി. ആ സമയം കൊണ്ട് ബാക്കിയുള്ളവരടിക്കും. അതൊരു ഷോക്ക് പോയിന്റ് ആണ്. ജി ജി.